അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ 4 മാസങ്ങളിൽ ഒന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. മുഹറം മാസത്തിലാണ് നമ്മളുള്ളത്. ഈ മുഹറം മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വളരെയധികം അനുഗ്രഹമാണ് തന്നിട്ടുള്ളത്. കാരണം നമുക്ക് കുറേ സൽക്കർമ്മങ്ങൾ ചെയ്യാനും അല്ലാഹു തആലയിൽ നിന്ന് കണക്കില്ലാത്ത പ്രതിഫലം നമുക്ക് സ്വന്തം അക്കൗണ്ടിലേക്കാക്കാനുള്ള നല്ലൊരു അവസരമായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹറം 9, 10 പ്രധാനമായി 10 ആശൂറ നോമ്പും പിന്നെ മുഹറം 9 താസുആ നോമ്പും നമ്മളോട് പിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് ആശൂറ നോമ്പ് പിടിക്കുന്നതിലൂടെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പാപങ്ങളെല്ലാം നമുക്ക് മായ്ച്ച് കളയപ്പെടും. അള്ളാഹു നമ്മുടെ പാപം മായ്ച്ചു തരിക എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ്. കാരണം നമ്മുടെ പാപങ്ങളൊക്കെ മായ്ച്ചാൽ തന്നെ അതാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യം അല്ലാഹു തആലയിൽ നിന്ന് നമുക്ക് വേണ്ടത്. അല്ലാഹു തആല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് മൂടി നമ്മളെ സ്വർഗത്തിൽ നമ്മളെ എല്ലാവരെയും എത്തിക്കണം എന്നാണ് നമ്മുടെ എല്ലാ ആഗ്രഹം. അപ്പോൾ ആ ആഗ്രഹമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിച്ചു തരാൻ നമുക്ക് വലിയൊരു അവസരം തന്നിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അതിന് കഴിയുമാറാകട്ടെ. ആമീൻ. മുഹറം മാസവുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അതിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് ആശൂറ നോമ്പ് ഏത് ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്തിട്ടുള്ളൊരു ഹദീസിൽ ഇങ്ങനെ പറയുന്നു: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് കടന്നു വന്ന സന്ദർഭത്തിൽ അവിടെയുള്ള ജൂതന്മാർ മുഹറം 10 ആശുറ നോമ്പെടുക്കുന്നതായി കണ്ടു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഇതെന്ത് ദിവസമാണ്? അവർ പറഞ്ഞു, ഇതൊരു നല്ല ദിവസമാണ്. ഈ ദിവസത്തിലാണ് ബനു ഇസ്രായേല്യരെ അവരുടെ ശത്രുവിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൂസയെ, നിങ്ങളെക്കാൾ അർഹിക്കുന്നത് ഞാനാണ്. അദ്ദേഹം ആ ദിവസം നോമ്പ് നോൽക്കുകയും മറ്റുള്ളവരോട് നോമ്പ് നോൽക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. ഇത് ബുഖാരി ഉദ്ധരിച്ചൊരു ഹദീസാണ്. ക്രൂരനും അഹങ്കാരിയുമായ ഭരണാധികാരിയായ ഫിർഔന്റെ പിടിയിൽ നിന്ന് ബനു ഇസ്രായേലിയരെ മൂസാ നബി അലൈഹിസ്സലാം രക്ഷപ്പെടുത്തി ചെങ്കടൽ കടത്തി കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തിയ ആ ഒരു കഥ എല്ലാവർക്കും നമുക്കറിയാവുന്ന കാര്യമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാനുള്ളത്, അതിൽ എന്താണ് പ്രത്യേകത, എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഉൾക്കൊള്ളാനുള്ളത്, നമുക്കതിൽ നിന്ന് എന്ത് പാഠമാണ് പഠിക്കാനുള്ളത്, ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണ്. നമുക്ക് ഈ മാസത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ അതൊക്കെ മനസ്സിലാക്കേണ്ടതുമാണ്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ ഓർക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഇതൊരു കഥയായിട്ട് നമ്മൾ കരുതേണ്ട ഒന്നല്ല. അതായത് നമ്മൾ ഇതിലുള്ള യാഥാർത്ഥ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അപ്പോൾ ആരായിരുന്നു ഫിർഔൻ? വെറുമൊരു ചെറിയൊരു അഹങ്കാരി മാത്രം എന്ന് പറയാൻ പറ്റില്ല. കാരണം അന റബ്ബുക്കുമുൽ ആല, ഞാനാണ് റബ്ബ് എന്ന് പറഞ്ഞ് എൻ്റെ കാൽ ചുവട്ടിലൂടെയാണ് നൈൽ നദി ഒഴുകുന്നത് എന്നൊക്കെ പറഞ്ഞ് റബ്ബിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം പരിഹാസവും കളിയാക്കലുമായിട്ട് തന്നെ വകവരുത്താനുള്ള ഒരു കുട്ടി തൻ്റെ നാട്ടിൽ തന്നെ ജനിക്കാൻ പോകുന്നു എന്നറിഞ്ഞ് ആ നാട്ടിലെ സകല കുഞ്ഞുങ്ങളെയും ആൺകുഞ്ഞുങ്ങളെ സകലരെയും കൊന്ന് അത്രയ്ക്ക് ദുഷ്ടഹൃദയമുള്ള അത്ര വലിയ പാപിയായ ഒരു ഭരണാധികാരിയായിരുന്നു ഫിർഔൻ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തന്ത്രങ്ങൾക്ക് മുന്നിൽ ഫിർഔൻ്റെ കുതന്ത്രങ്ങൾക്ക് യാതൊരു സ്ഥാനമുണ്ടായിരുന്നില്ല. ആരാണോ തന്നെ കൊല്ലുമെന്ന് ഫിർഔൻ പേടിച്ചത്, അതേ മൂസാ നബി അലൈഹിസ്സലാം കുട്ടിയായ സമയത്ത് തന്നെ ആ കൊട്ടാരത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിക്കുകയും ആ മൂസാ അലൈഹിസ്സലാമെ എത്തിച്ച് മൂസാ അലൈഹിസ്സലാമെ ഒരു നല്ലൊരു പ്രായം എത്തുന്നത് വരെ ആ കൊട്ടാരത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളർത്തി. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനായി തിരഞ്ഞെടുത്ത് ഇസ്രായേൽ ജനതയെ അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി. ഈ ഒരു സംഭവം
അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ശുഅറയിൽ 61 മുതലുള്ള കുറച്ച് ആയത്തുകളിൽ വളരെ വിശദമായിട്ട് വളരെ മനോഹരമായിട്ട് അല്ലാഹു തആല വിവരിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്, അതായത് മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ കൂടെ ഉള്ള ജനത, ഇസ്രായേലർ ജനത, അവർ പുറകിലേക്ക് നോക്കുമ്പോൾ അവർ കാണുന്നത് ഫിർഔൻ്റെ സൈന്യം അവരുടെ അടുത്തേക്ക് വരുന്നതാണ്. അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ കൂടെ ഉണ്ടായിരുന്ന ജനങ്ങൾ പെട്ടെന്ന് ഭയപ്പെട്ടുകൊണ്ട് വിഷമിച്ചുകൊണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാമയോട് പറഞ്ഞു, ഇനി ഒരു വഴിയുമില്ല, കാരണം മുമ്പിൽ ചെങ്കടൽ, പിറകിലതാ നമ്മുടെ ഈ സൈന്യവും വന്നു കഴിഞ്ഞു. അപ്പോൾ ആ ജനങ്ങളെല്ലാം ഒന്നിച്ച് പറഞ്ഞത്, നമ്മൾ പിടിയിലാകാൻ പോകുന്നു, നമ്മളിപ്പോൾ പിടിക്കപ്പെടും എന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം പറയുന്ന ഒരു മറുപടി ഉണ്ട്. അതിങ്ങനെയാണ്, കല്ല ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ എന്നാണ് പറഞ്ഞത്. അതായത് പറഞ്ഞത് ഒരിക്കലുമില്ല, തീർച്ചയായും എന്നോടൊപ്പം എൻ്റെ രക്ഷിതാവുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരും എന്നാണ് പറഞ്ഞത്. ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി. നമ്മൾ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ഒന്നാമതായിട്ട് അതിലുള്ള വിശ്വാസം ശരിയാകണം. അപ്പോൾ ഈ വിശ്വാസത്തെ, അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിത്തറയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എൻ്റെ കൂടെയുണ്ട്, എന്നെ രക്ഷിക്കും. ഈ ഒരു വിശ്വാസത്തോടെ ആയിരിക്കണം ഓരോ സത്യവിശ്വാസിയും ഓരോ കർമ്മങ്ങളും ചെയ്യേണ്ടത്, അതുപോലെ പ്രതിഫലം ആഗ്രഹിക്കുകയും ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സെക്കൻഡിൽ തന്നെ അപ്പോൾ തന്നെ ഒരു വഴി കാണിച്ചു കൊടുക്കുകയാണ്. വാഹിയായിട്ട് പറഞ്ഞു കൊടുത്തു, വടി വെച്ച് സമുദ്രത്തിൽ അടിക്കുക. അങ്ങനെ അടിച്ചപ്പോൾ തന്നെ അത് രണ്ടായി പിളർന്ന് ഒരു വഴി രൂപപ്പെട്ട് അതിൽ അവരെല്ലാവരും രക്ഷപ്പെട്ടു. ആ വഴി അപ്പം തന്നെ അടഞ്ഞു പോയോ? ഇല്ല, ആ വഴി അങ്ങനെ തുറന്നു തന്നെ കിടന്നു. കടലിൽ രൂപപ്പെട്ട ആ പാതയിലൂടെ പിന്നീട് ഫിർഔൻ വന്ന് അതിലെ പോയപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കടൽ ഭിത്തികൾ ഒരുമിച്ചാകുന്നത്. അതോടെ ഫിർഔനും കൂട്ടരും ആ കടലിൽ മുങ്ങി നശിച്ചു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. മുമ്പിൽ യാതൊരു വഴിയുമില്ല എന്ന് കരുതി ഈ ജനതയോട് മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞത്, അള്ളാഹു നമ്മളെ കൈവിടില്ല എന്നും അതോടൊപ്പം ഒരു വഴി തെളിഞ്ഞു വരികയും ചെയ്തു. അതേസമയം ഫിർഔൻ വ്യാമോഹിച്ചത് മുന്നിൽ തെളിഞ്ഞു കണ്ട വഴിയിലൂടെ പോയാൽ മൂസാ നബി അലൈഹി ഇസ്ലാമയും കൂട്ടയും പിടികൂടാം എന്നാണ് കരുതിയത്. എന്നാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് തന്നെ അവരെ പിടികൂടുകയും അവരെല്ലാം മരിക്കുകയും ചെയ്തു. ഈ സംഭവങ്ങളെല്ലാം വിശദീകരിച്ചതിന് ശേഷം സൂറത്ത് ശുഅറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, തീർച്ചയായും അതിൽ സത്യനിഷേധികൾക്ക് ഒരു ദൃഷ്ടാന്തമുണ്ട്, എന്നാൽ അവരിൽ അധിക പേരും വിശ്വസിക്കുന്നവരായില്ല. അടുത്ത 68-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, തീർച്ചയായും നിന്റെ രക്ഷിതാവ് തന്നെയാണ് പ്രതാപിയും കരുണാനിധിയും. വ ഇന്ന റബ്ബക ലഹുവൽ അസീസുർ റഹീം. ഇങ്ങനെ തന്നെ ഈ സൂറത്തിൽ തന്നെ 8 തവണ ഇങ്ങനെ തന്നെ ഈ 2 ആയത്തുകൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതെന്തിനാണ് അങ്ങനെ ആവർത്തിച്ച് പറയുന്നത്? നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം അത്രയ്ക്കും അധികം ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സംഭവത്തിലൂടെയും അങ്ങനെ പല ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് കാണിച്ചു തരികയും ചെയ്യുന്നുണ്ട്. കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട് പ്രധാനമായിട്ട്. അത് സൂറത്ത് യൂനുസിൽ 90-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മുങ്ങി മരിക്കാറായപ്പോൾ ഫിർഔൻ പറയുന്നത്, ഇസ്രായേൽ സന്തതികൾ ഏത് ദൈവത്തിലാണോ വിശ്വസിച്ചിട്ടുള്ളത് ആ ദൈവത്തിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് എന്താണ് പ്രയോജനം? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, ഇപ്പോഴാണോ വിശ്വസിക്കുന്നത് എന്നൊരു ചോദ്യം. അതായത് മരണം ഉറപ്പായതിനു ശേഷം മരണം നേരിൽ കൺമുന്നിൽ വന്നപ്പോൾ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പഠിപ്പിക്കുന്നത്. കിട്ടിയ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക. മുഹറം 10-ന് ഉണ്ടായ ഈ സംഭവം നമ്മൾ പഠിപ്പിക്കുന്നത് നന്മയുടെ വിജയവും തിന്മയുടെ തോൽവിയുമാണ്. അതായത് തിന്മ ഒരിക്കലും വിജയിക്കില്ല, അതിൻ്റെ പര്യവസാനം വളരെ മോശമായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിയിട്ട്
ഒത്തിരി നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു പ്രത്യേകം ചില അവസരങ്ങൾ കാണിച്ചു തരും. അതൊക്കെ നമ്മൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയണം. അപ്പോൾ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി കരസ്ഥമാക്കാൻ നമുക്ക് കഴിയുള്ളൂ. അത്തരത്തിൽ നമുക്ക് ഈ മുഹറം മാസത്തെയും പ്രയോജനപ്പെടുത്താനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല തരുമാറാകട്ടെ. സുന്നത്ത് നോമ്പുകൾ പിടിക്കാനും മറ്റ് സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.